പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നാർക്കോ ഭീകര ശൃംഖലയ്ക്കെതിരെ നടപടി ആരംഭിച്ച് ജമ്മു കാശ്മീർ പോലീസ്. ഡിജിപി നളിൻ പ്രഭാതിന്റെ മുന്നറിയിപ്പിന് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മയക്കുമരുന്ന് ഭീകര പ്രവർത്തകൻ ഷെഹ്സാദ് ഭട്ടിയുടെ ശൃംഖലയ്ക്കെതിരെ ജമ്മു കാശ്മീർ പോലീസ് വൻ നടപടിയാണ് സ്വീകരിച്ചത്. ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഭട്ടിയുടെ ശൃംഖലയുമായി ബന്ധമുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനുമായി ഒന്നിലധികം സംസ്ഥാനങ്ങൾ തിരച്ചിൽ നടത്തിവരികയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന ഡസൻ കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈമാറിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്ത് നിന്നും ഭട്ടിയും കൂട്ടാളികളും നടത്തുന്ന മയക്കുമരുന്ന് ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നതാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ പ്രാദേശിക റെയ്ഡുകളിൽ നിന്നും ചില പ്രധാന വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ റെയ്ഡുകൾ നടക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. അതിർത്തിക്കപ്പുറത്ത് നിന്നും ആഴത്തിൽ വേരൂന്നിയ ഗൂഢാലോചന കണ്ടെത്താനും സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കായി ചില നാട്ടുകാരുടെ സഹായത്തോടെ ഇത് നടപ്പിലാക്കാനും ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊന്നിലേക്ക് പണത്തിന്റെ ഒരു പാത ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ കേസിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇതിനകം സീൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 14 ഭട്ടിക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ ഉൾപ്പെട്ട ISI പിന്തുണയുള്ള ഒരു പ്രവർത്തകനാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നളിൻ പ്രഭാത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഷെഹ്സാദ് ഭട്ടിക്ക് ഒരു മുന്നറിയിപ്പും ISIയുടെ സഹായിയും ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ പങ്കാളിയുമാണ്. ഞങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടാളികളെയും വേട്ടയാടുകയും നിങ്ങളുടെ ദുഷ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ പിന്തുണയുള്ള ഹാൻഡ്ലർമാർക്കും മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെട്ട പ്രധാനികൾക്കും എതിരെ നിരന്തരം പിന്തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന 100 ദിവസത്തെ നാഷാമുഖ് ജമ്മു കാശ്മീർ അഭിയാന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട തീവ്രവാദ ധനസഹായം തടയുന്നതിൽ രാജ്യത്തെ മുൻനിര ശക്തികളിൽ ഒന്നായി ജമ്മു കാശ്മീർ പോലീസ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും DGP പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും. ജമ്മു കാശ്മീരിലെ മയക്കുമരുന്ന് ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രധാനിയായി ISI സ്പോൺസർ ചെയ്ത ഷെഹ്സാദ് ഭട്ടിയെ പരാമർശിച്ചുകൊണ്ട് DGP മുന്നറിയിപ്പും നൽകി. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടലുകളുടെ കാര്യത്തിൽ 2025 രാജ്യവ്യാപകമായി ജമ്മു കാശ്മീർ 3ാം സ്ഥാനത്തെത്തിയതായും PIT NDPS നിയമപ്രകാരം 240 തടങ്കലുകളുമായി UT 1ാം സ്ഥാനം നേടിയതായും പോലീസ് മേധാവി പറഞ്ഞു. 2026 ഏപ്രിൽ 11 മുതൽ മെയ് 12 വരെയുള്ള പ്രചാരണത്തിന്റെ ആദ്യ മാസത്തിൽ 724 NDPS കേസുകളിലായി 806 പേരെ അറസ്റ്റ് ചെയ്തതായും 667 കിലോഗ്രാം മയക്കുമരുന്നുകളും 19,000 യൂണിറ്റ് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തതായും വ്യക്തമാക്കി. പ്രധാന അറസ്റ്റുകളിൽ 28 കേസുകൾ പ്രതിയായ ഗുൽസാർ അഹമ്മദ് എന്ന ലവ് ഗുജാർ, 17 കേസുകൾ പ്രതിയായ അവനീത് സിംഗ് എന്ന നാഗി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട 241.85 കോടി രൂപയുടെ 97 സ്വത്തുക്കൾ ഇതുവരെ കണ്ടുകെട്ടിയതായും DGP പറഞ്ഞു. ഇത്തരത്തിലുള്ള ആദ്യ നടപടിയിൽ പഞ്ചാബിലെ ഗുരുദാസ്പൂർ, പത്താൻകോട്ട് ജില്ലകൾ, ചണ്ഡീഗഡ്, UT എന്നിവയുൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശത്തിന് പുറത്തുള്ള സ്വത്തുക്കളും ജമ്മു കാശ്മീർ പോലീസ് കണ്ടുകെട്ടി. ഇത് വ്യാപകമായ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ധനസഹായ ശൃംഖല തുറന്നുകാട്ടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.